ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നമുക്ക് റംസാൻ്റെയും ഈസ്റ്ററിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് ചെയ്യുന്നത്. എൻ്റെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കുറച്ച് ദശക്കട്ടിയുള്ള മീനാണ് എപ്പോഴും നല്ലത് ബിരിയാണി ചെയ്യാനായിട്ട്. അപ്പോൾ അതിലോട്ടായിട്ട് ഞാൻ 1/2 കിലോ മീൻ ഒന്ന് സ്ലൈസ് ചെയ്ത് കുറച്ച് വലിപ്പത്തിൽ കനം കുറച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയിലോട്ട് മൊത്തത്തിലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു മസാലയാണിത്. അതായത് 1 പീസ് ഇഞ്ചി, 2 തുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത് ചേർത്ത് അരച്ച ഒരു മിക്സ് അത് നമ്മൾ ചേർത്തു. ഇപ്പോൾ നമ്മളൊരു നാരങ്ങയുടെ പകുതി മുറിയുടെ ജ്യൂസ് ചേർത്തു. അത് നമുക്ക് കുറച്ച് ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്ന് നീക്കം ചെയ്യാം. കുറച്ച് കറിവേപ്പിലയുടെ തണ്ടിട്ട് കൊടുത്തിട്ടാണ് വറുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ മീൻ പൊടിഞ്ഞു പോകാതെ നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്കാണ് 3 സവോള സ്ലൈസ് ചെയ്തിടുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യുടെ ഒരു ഫ്ലേവർ നമ്മുടെ ഈ മസാലക്കൂട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോ ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് ചേർക്കുന്നത്. ടൊമാറ്റോ അടിച്ച് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തേയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. ഇനി എക്സ്ട്രാ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി അതിലോട്ട് ചേർത്തിട്ടുണ്ട്. വേറെ മുളക് പോലെയുള്ള കാര്യങ്ങൾ ഇനി ചേർക്കുന്നില്ല. ഒത്തിരി സ്പൈസി ആയിപ്പോയാൽ അതിൻ്റെ ആവശ്യമില്ല. മൂന്ന് 4 മീൻ വറുത്ത് ഒന്ന് പൊടിച്ചതാണ് ചേർക്കുന്നത്. നമുക്ക് മോശമായിട്ടുള്ള പീസസ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്ക് റൈസും കൂടി ചേർത്തൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് ദം ചെയ്തെടുക്കണം. ഇത് 3 കപ്പ് ബസ്മതി അരി 3/4 വേവിൽ കുറച്ച് ഏലക്കയും ഗ്രാമ്പും ഇട്ടൊന്ന് വേവിച്ചതാണ്. ഇനി റൈസിന് മുകളിലോട്ട് നമുക്ക് ഫിഷ് നിരത്തി കൊടുക്കാം. നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും വിതറി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഫ്ലേവറിൽ ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂവി നല്ലൊരു നെയ്യുടെ ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഒരു പാത്രം കൊണ്ട് ഇത് കവർ ചെയ്യാം. വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ളത്. ഇനി നല്ലൊരു മണവും ഗുണമൊക്കെ കിട്ടാനായിട്ട് ബിരിയാണി എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുക. 2-3 ഡ്രോപ്സ് മതിയാവും. കാരണം കൂടി പോയാൽ പലർക്കും അത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇനി ഒരിക്കൽ കൂടി ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്ത് റൈസൊക്കെ വെന്ത് വരുന്നവരെ മൂടി വെക്കുക. എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്.
താഴെയുള്ള മസാലയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിഷ് മാറ്റിയിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്തെടുക്കാം. മീൻ പൊടിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല രുചിയുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.